മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ കുഞ്ഞ് മരിച്ചു. 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കോഴിക്കോട് കാക്കൂരിലെ കോപ്പറേറ്റീവ് ക്ലിനിക്കിലാണ് സംഭവം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, 2 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞാണ്. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? എന്താണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, അങ്ങേറ്റം ദാരുണമായ സംഭവമാണ് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സുന്നത്ത് കർമ്മത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് മുന്നോടിയായി ലോക്കൽ അനസ്തേഷ്യ കുഞ്ഞിന് നൽകിയിരുന്നു. ഈ ലോക്കൽ അനസ്തേഷ്യയ്ക്ക് ശേഷം ഈ കുഞ്ഞിന്റെ ശ്വാസമുട്ടൽ വലിയ രീതിയിലുള്ള ഗുരുതരമാവുകയും ഒരു പീഡിയാട്രീഷ്യന്റെ സേവനം ആശുപത്രിയിൽ ലഭ്യമല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് കുഞ്ഞിനെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ആശുപത്രിയിൽ നിന്നും നൽകിയ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. കാക്കൂരിൽ തന്നെയുള്ള ഒരു കോപ്പറേറ്റീവ് ആശുപത്രി ക്ലിനിക് എന്ന ഒരു ചെറിയ ക്ലിനിക്കിലാണ് ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്നുണ്ടായ ഒരു പിഴവുകൾ തന്നെ ആവാം ഒരു പക്ഷേ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷം കുട്ടിയുടെ മൃതദേഹം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. കുട്ടിയുടെ മാതാപിതാക്കളടക്കമുള്ളവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഇൻക്വസ്റ്റ് നടപടികളും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാവും. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലാവും കൃത്യമായൊരു വിവരം എന്താണ് കുട്ടിയെ മരണത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്നതും ഈ നൽകിയ ലോക്കൽ അനസ്തേഷ്യയിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധന നടത്തും. എന്തായാലും സാധാരണഗതിയിൽ ഇത്ര പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല എന്നാണ് നമുക്ക് ഈ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാവുന്നത്. കുറച്ചുകൂടി മുതിർന്ന ശേഷമാണ് ഇത്തരം ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടിയെ വിധേയമാക്കുക. കാരണം ഈ ലോക്കൽ അനസ്തേഷ്യ നൽകുമ്പോൾ പോലും ഇത്തരം മരുന്നുകളോട് പോലും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു പ്രായം ഈ കുഞ്ഞിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആവും ഒരുപക്ഷെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ വരും. ഒപ്പം കുടുംബത്തിന്റെ പ്രതികരണം എന്താണ് എന്നതും അല്പസമയത്തിനകം അറിയാൻ കഴിയും. ശ്രീജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ ചേലാകർമ്മം സുന്നത്ത് കർമ്മം ചെയ്യുന്നതിനിടെയാണ് അനസ്തേഷ്യ നൽകിയത്. അതിനിടയിലാണ് കുഞ്ഞ് മരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് പനി ബാധിച്ചിരുന്നു. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ കുട്ടിയുടെ ഫലം നെഗറ്റീവാണ്. പാലക്കാട്ട് ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ യുവതിയുടെ നില ഗുരുതരമായി തുടരുമ്പോഴും മകൻ ഉൾപ്പെടെയുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ല, അല്ലെങ്കിൽ അത് നെഗറ്റീവാണ് ഫലം എന്നത് ആശ്വാസകരമാണ്. ഈ സമ്പർക്ക പട്ടികയിൽ ഇനി ആശങ്ക വേണ്ട എന്ന തരത്തിലേക്ക് ഈ തച്ചനാട്ടുകരയിലെ കേസിൽ ഏതാണ്ട് എത്തുന്നുണ്ടോ? അതോ ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കുമോ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക? ശ്രീജ, ഈ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേർ ലക്ഷണങ്ങൾ കാണിച്ചാൽ അവരെ ആയിരിക്കും ആദ്യം പരിശോധിക്കുക. അതിനുശേഷമേ ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ടെന്ന് വിലയിരുത്താൻ കഴിയൂ. നിലവിൽ പ്രാഥമികമായിട്ട് സമ്പർക്ക പട്ടികയിലുള്ള ഒരു കുട്ടിയുടെ നിലയാണ് പനി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ ഫലം നെഗറ്റീവ് ആയതാണ് ഇപ്പോൾ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. 173 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ആരും തന്നെ പനിക്ക് പുറമെ മറ്റ് രോഗലക്ഷണങ്ങളൊന്നും ആർക്കും അധികം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രോഗലക്ഷണങ്ങൾ അത് പ്രകടിപ്പിച്ചതിന് ശേഷമേ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആദ്യഘട്ടത്തിൽ സ്രവ പരിശോധന നടത്തുകയുള്ളൂ, അല്ലെങ്കിൽ നിപ്പ പരിശോധന നടത്തുകയുള്ളൂ. അപ്രകാരം നിലവിൽ ആർക്കും ഒരു രോഗത്തിൻ്റെ സാധ്യത കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഈ രോഗം വരാനുണ്ടായ ഒരു പ്രഭവ കേന്ദ്രം, അതിനെക്കുറിച്ചുള്ള അന്വേഷണവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. മലപ്പുറത്തും നിപ്പ ആശങ്ക നിലവിലുണ്ട്. നിലവിൽ
മലപ്പുറത്ത് 241 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. അതിൽ 3 പേര് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആകെ 12 പേരാണ് മലപ്പുറത്ത് ചികിത്സയിലുള്ളത്. അതിൽ 5 പേർ ICU. സ്വാഭാവികമായിട്ടും നിരീക്ഷണത്തിന് വേണ്ടി ICUവിലേക്ക് മാറ്റുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആശങ്ക നിലവിൽ ഇവിടെയും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് ലക്ഷണങ്ങളുള്ളവർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നിപ്പ ലക്ഷണങ്ങളുള്ള സമയത്ത് മാത്രമായിരിക്കും ഒരു വലിയ ആശങ്ക ഉണ്ടാവുക. അല്ലെങ്കിൽ അതുവരേക്കും സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീടും കയറിയിറങ്ങി പനി സർവേ നടത്തുന്നുണ്ട് ഈ മേഖലയിലെ. അത്തരത്തിൽ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളുമായി പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ ആശങ്ക നൽകുന്ന സാഹചര്യമില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആർക്കും രോഗലക്ഷണങ്ങൾ, അതായത് നിപ്പ സംബന്ധിച്ചുള്ള പരിശോധന നെഗറ്റീവാണ് എന്നുള്ളത് തന്നെയാണ്. പനി സ്വാഭാവികമായിട്ടും നിപ്പ ലക്ഷണമാണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ പലർക്കും ഉണ്ട് എന്നുള്ളത് പക്ഷേ ആശങ്ക നൽകുന്ന ഒരു സാഹചര്യമല്ല. അതിൽ പരിശോധന ഫലം പോസിറ്റീവായി മാത്രമാണ് നിപ്പയുടെ ഒരു സ്പ്രെഡിങ്ങിൻ്റെ സാധ്യത ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. നിലവിൽ അത്തരത്തിലൊരു സാഹചര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. അനുമതി, മങ്കടയിൽ നേരത്തെ മരിച്ച 19-കാരിയുടെ ഫലം പോസിറ്റീവായിരുന്നു. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സമ്പർക്കമുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ 2 പേർക്ക് ഒരേ സമയം നിപ്പ വരാനുണ്ടായ ഒരു സാഹചര്യം, അതിലേക്ക് ആരോഗ്യവകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? ഈ 2 പേരെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണികളും അല്ലെങ്കിൽ അത്തരത്തിലൊരു പോയിന്റും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ 2 സ്ഥലങ്ങളും തമ്മിൽ ഏകദേശം 30-40 കിലോമീറ്ററിനടുത്ത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു കണക്ഷൻ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 പേരുടെയും വീടിന് സമീപത്ത് വവ്വാലുകൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളുണ്ട്, മരങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയ ഒരു സിമിലാരിറ്റി. രോഗം വരാനുള്ളൊരു കാരണം അത്തരത്തിൽ തന്നെയാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഏതെങ്കിലും വവ്വാൽ കഴിച്ച അല്ലെങ്കിൽ കടിച്ച പഴങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതാകാം ഇതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് വരുന്നത്. പക്ഷേ ഈ 2 പേരും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും തന്നെ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതും ഇത്തരത്തിൽ പകർച്ചവ്യാധി ഇവർ തമ്മിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകേണ്ട ഒരു ഘട്ടവും ഇല്ല എന്നുള്ളതും ആണ് നിലവിൽ ആരോഗ്യവകുപ്പിന് വിലയിരുത്തൽ. 2 കേസും ഒരുമിച്ച് സംഭവിച്ച് യാദൃശ്ചികമാണ് എന്ന് തന്നെയാണ് നിലവിലുള്ള വിലയിരുത്തൽ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. സമ്പർക്ക പട്ടിക വിശദമായി നിരീക്ഷിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. ഇന്ന് അവലോകന യോഗവും ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ ദുരവസ്ഥയിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. അടിസ്ഥാന സൗകര്യവും ഉപകരണങ്ങളും ഉറപ്പുവരുത്തണം, ഫലപ്രദമായ ഭരണനിർവഹണത്തിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം എന്നതടക്കം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കോട്ടയം സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടെ ഈ മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇന്നും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രി 12:15 മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. പാലക്കാട് കണ്ണാടി കാഴ്ചപ്പറമ്പിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി വീശുകയായിരുന്നു. നിപ്പ അവലോകനത്തിനായി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്നു മന്ത്രി. ഇന്ന് അവലോകനത്തിനായി മന്ത്രി എത്തുമ്പോഴും പ്രതിഷേധമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ തുടർക്കഥയാവുമ്പോൾ പൊട്ടിയും പൊളിഞ്ഞും അപകടകരമായ അവസ്ഥയിലാണ് കൊല്ലം ജില്ലാ ആശുപത്രിയും. കെട്ടിടത്തിന്റെ മുകളിൽ ഒരാൽമരം വരെ മുളച്ചു തുടങ്ങി. സൺഷെയ്ഡ് പാളി ഇളകി വീഴാൻ സാധ്യതയുള്ളതിനാൽ വാതിൽ തുറക്കരുത്. ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. പഴക്കമേറിയ കെട്ടിടത്തിൽ പോസ്റ്റർ പതിപ്പിച്ചതിലപ്പുറം മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കൗതുക കാഴ്ച കൂടെയുണ്ട്. പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നിനു മുകളിൽ ആൽമരം മുളച്ചു നിൽക്കുന്നു. ദിവസേന ആയിരങ്ങളെത്തുന്ന ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയാണിത്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും. പഴയ കെട്ടിടത്തിലാകട്ടെ വാർഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ ഭീതിയാണ്. പല ഭാഗങ്ങളിൽ നിന്നായി കോൺക്രീറ്റ് പാളികൾ ഇളകി വീണിട്ടുമുണ്ട്. ചുമരിലൂടെ വെള്ളം ചോർന്നൊലിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾക്ക് ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാനാകുമോ എന്ന ആശങ്കയുമുണ്ട്.
കാഷ്വാലിറ്റിയിലോട്ട് പോകുന്ന ആ എമർജൻസി സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു പുതുതായിട്ടൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ കേരള മോഡൽ എന്നല്ല പറയുന്നത്, അവിടെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ കോൺക്രീറ്റ് പാളികൾ തകർന്നിരിക്കുകയാണ്, അത് നിങ്ങളുടെ ശരീരത്തിൽ വീണ് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പടവേടിച്ച് പന്തളത്തെത്തുമ്പോൾ ചൂട്ടും കെട്ടി പട എന്ന തരത്തിലേക്കാണ് കൊല്ലം ജില്ലാ ആശുപത്രി മാറിക്കൊണ്ടിരിക്കുന്നത്. പരിഹാര നടപടികൾ ഉണ്ടാകുമെന്ന വാക്കുകൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ളത്. എന്നാൽ പ്രവൃത്തിയിലോ അത് കാണാനുമില്ല. ന്യൂസ് 18 കൊല്ലം. ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. NCB നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചേക്കും. പ്രതികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവരെ 7 ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നതാണ് NCBയുടെ ആവശ്യം. അതേസമയം ലഹരി വിൽപ്പനയുടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം വിദഗ്ധരുടെ സഹായം തേടും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണുള്ളത്? കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ആവശ്യമുണ്ട് എന്ന നിലപാട്, ഈ ക്രിപ്റ്റോ ഇടപാടുകളിലേക്ക് അടക്കം അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്? ശ്രീജ, ഇതില് ക്രിപ്റ്റോ കറൻസി വഴി നടത്തിയിട്ടുള്ള ഇടപാടുകൾ വലിയ രീതിയിലുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങോട്ടാണ്, ഈ തുക എങ്ങോട്ട് മാറിയിരിക്കുന്നത്, എവിടെയാണത് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും കാര്യമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെയധികം സാങ്കേതിക പരിജ്ഞാനമുള്ളവരാണ് ഈ സംഘം എന്നുള്ളത് തന്നെയാണ്. ഈ എഡിസണും അരുൺ തോമസും അതോടൊപ്പം മറ്റൊരു പ്രതിയായ ഡിയോളും ഇവരെല്ലാവരും തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആ സമയത്ത് ഒരുമിച്ച് പഠിച്ചവരെല്ലാം തന്നെയാണ്. ഇവർക്ക് ഈ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പരിജ്ഞാനവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്, പ്രത്യേകിച്ച് എഡിസണ്. അതുകൊണ്ട് തന്നെയാണ് എഡിസനെ കേന്ദ്രീകരിച്ച് ഈ സംഘം മുന്നോട്ട് നീങ്ങുകയും ചെയ്തത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് പരിഗണിക്കപ്പെട്ടേക്കും. കേസ് പരിഗണിക്കുമെങ്കിൽ അത് ഇന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണം. അത് മാത്രവുമല്ല, ഈ സംഘത്തിൽ ഇനിയും ആളുകൾ ഉണ്ട്, ഇവരുടെ ഒപ്പം പഠിച്ചിരുന്ന ആളുകളുണ്ട്. അവരെ കൂടി ചിലർ കൂടി ഇവരുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തിനാണ്, എങ്ങനെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലും അന്വേഷണം വേണം. നിശാ പാർട്ടികൾക്കടക്കം ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പല പാർട്ടികൾക്കും ലഹരി പാർട്ടികൾ ഇവർ നടത്തിയിരുന്നു. അതിന് ഇവരുടെ സംഘമാണ് ലഹരി എത്തിച്ച് നൽകിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി NCBക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ അത് ഇന്ന് പരിഗണിക്കുന്നത് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാൻ തന്നെയാണ് സാധ്യത നിലവിലുള്ളത്. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. സൗബിൻ ഉൾപ്പെടെ കേസിലെ 3 പ്രതികൾക്ക് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് ആവശ്യമില്ല എന്ന് നിരീക്ഷിച്ചാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഡാനി പോൾ തന്നെ വിവരങ്ങൾ നൽകും. ഡാനി, ആദ്യഘട്ടം മുതൽ ഈ അന്വേഷണവുമായി ഒരു സഹകരിക്കുന്ന നിലപാടിലായിരുന്നില്ല ഇവർ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആദ്യമായാണ് ചോദ്യം ചെയ്യലിന്, ഇത്രയും നാളായി ഈ സംഭവം തുടങ്ങിയിട്ടെങ്കിലും ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതുവരെയും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല സൗബിൻ ഷാഹിറും എല്ലാം പൊതുവിൽ സ്വീകരിച്ചിരുന്നത്. സൗബിൻ ഷാഹിറിനൊപ്പം തന്നെ പിതാവ് ബാബു ഷാഹിറും അതോടൊപ്പം തന്നെ മറ്റൊരു നിർമ്മാതാവ് കൂടിയായ ഷോൺ തോമസ് ഇവർ 3 പേരോടുമാണ് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഈ പണം തട്ടിച്ചുവെന്ന് നഷ്ടം കാണിച്ച് തന്നിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന അരൂർ സ്വദേശിയുടെ ഹർജിയിലാണ് കോടതിയിൽ ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇയാളിൽ നിന്ന് 7 കോടി രൂപ സംഘം വാങ്ങിയിരുന്നു സിനിമാ നിർമ്മാണത്തിന് വേളയിൽ. പക്ഷെ പിന്നീട് സിനിമ നഷ്ടമാണ്, ചില കാര്യങ്ങൾക്ക് കൂടുതൽ പണം വേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ
പണം നൽകാൻ, ലാഭവിഹിതം നൽകാൻ തയ്യാറായില്ല എന്നതാണ് ആ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ ഒരിടത്തും ഒരു ചർച്ചയിലേക്കോ കാര്യങ്ങളിലേക്കോ തയ്യാറായില്ല. തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു. പക്ഷേ പോലീസിന് മുന്നിലേക്കോ അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും അന്വേഷണ സംഘത്തിന് മുൻപ് ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് കോടതിയിലേക്ക് നീങ്ങേണ്ടി വന്നത്. കോടതിയിൽ ഈ കേസ് തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക്, കേസ് നിലനിൽക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് സവിൻ ഷാഹിറും മറ്റും ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ കോടതി അത് തള്ളുകയായിരുന്നു. ജാമ്യം അനുവദിച്ചു. പക്ഷേ അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തേണ്ടതുണ്ട് എന്ന് കോടതി പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ഇന്ന് മരട് പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10 മണിയോടുകൂടി ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. വലിയ വിവാദമായി മാറുകയാണ് വാപുര ക്ഷേത്ര നിർമ്മാണം. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും എത്തുകയാണ്. എരുമേലിയിലെ ക്ഷേത്ര നിർമ്മാണം നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്വകാര്യ ഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണത്തിനെതിരെ ഒരു സ്വകാര്യ വ്യക്തി തന്നെയാണ് ഹർജിയും നൽകിയിട്ടുള്ളത്. എരുമേലി പഞ്ചായത്ത് നിർമ്മാണത്തെ എതിർത്ത് റിപ്പോർട്ട് നൽകിയിരുന്നു. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഇനി രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് 4 DCC അധ്യക്ഷന്മാരെ നിലനിർത്തിക്കൊണ്ടാവും പുനഃസംഘടനയെന്നാണ് സൂചന. ബുധനാഴ്ച ഡൽഹിയിലെത്തുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ AICC നേതൃത്വവുമായി അവസാനവട്ട ചർച്ച നടത്തും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം. എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിനെയും തൃശൂരിൽ ജോസഫ് ടാജറ്റിനെയും കോഴിക്കോട് K പ്രവീൺകുമാറിനെയും മലപ്പുറത്ത് VS ജോയിയെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് 10 ഇടങ്ങളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം തൃശൂർ ഒഴികെ മറ്റിടങ്ങളിലെല്ലാം പുനഃസംഘടന വേണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. സംഘടനാ തലത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന തിരുവനന്തപുരത്ത് DCC അധ്യക്ഷ സ്ഥാനത്ത് പാലോട് രവിയെ നിലനിർത്തണമെന്ന് ജില്ലയിൽ നിന്നുള്ള 2 മുതിർന്ന നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാറ്റമുണ്ടായാൽ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി VS ശിവകുമാറിന്റെ പേരിനാകും മുൻഗണന ലഭിക്കുക. കൊല്ലത്ത് CR മഹേഷ്, സൂരജ് രവി തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആലപ്പുഴയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല കടുംപിടുത്തം തുടരുന്നതാണ് പുനഃസംഘടന അനിശ്ചിതത്വത്തിലായിരിക്കുന്നതെന്നാണ് സൂചന. ബുധനാഴ്ച ഡൽഹിയിലെത്തുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി അന്തിമ ചർച്ചകൾ നടത്തിയ ശേഷമാകും ഭാരവാഹികളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ തന്നെ വിശദാംശങ്ങളുമായി. ഡാൻ, UDF തലപ്പത്ത് പുതിയ ആളെത്തി, KPCCയുടെ തലപ്പത്ത് പുതിയ ആളെത്തി. ഇനി വേണ്ടതൊരു പുനഃസംഘടന എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷം എത്താനിരിക്കെ നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം ശ്രമകരമായിരിക്കും പുതിയ നേതൃത്വത്തിന് ഇക്കാര്യം? എന്താണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ? ശ്രീജ, സമഗ്രമായ ഒരു പുനഃസംഘടന KPCCയിലും DCCയിലും പൂർത്തിയാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ ഈ ആഴ്ച ഡൽഹിയിൽ നടക്കാനിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏറെക്കുറെ ജില്ലകളിലെ അധ്യക്ഷന്മാരാകണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ 4 ഇടങ്ങൾ ഒഴിച്ച് 10 ഇടങ്ങളിലാകും DCC അധ്യക്ഷന്മാരെ മാറ്റുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷേ ആലപ്പുഴയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോഴും ഒരു കടുംപിടുത്തം തുടരുന്നതാണ് ഈ പട്ടിക പൂർണ്ണമായി അംഗീകരിക്കുന്നതിനൊരു തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയ്ക്ക് വേണ്ടിയും ഒരു DCC അധ്യക്ഷനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ നിലവിലുള്ള തർക്കങ്ങൾ അവസാനിക്കും. ഇതോടെ ഈ പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ് നേതൃത്വവും ഉള്ളത്. അതോടൊപ്പം ഒഴിവുള്ള KPCC ജനറൽ സെക്രട്ടറിമാരെയും അതോടൊപ്പം KPCC ട്രഷറർ സ്ഥാനത്തേക്കും ഇതടക്കമുള്ള പദവികളിലേക്കും ഈ പുനഃസംഘടന വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സംസ്ഥാനത്തു നിന്നുള്ള ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. ബുധനാഴ്ചയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിൽ എത്തുന്നത്. അവിടെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇവരുമായി എല്ലാം സംസാരിച്ചതിന് ശേഷം എല്ലാ മുതിർന്ന നേതാക്കളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന്
ഹൈക്കമാൻഡിന്റെ ഒരു ലക്ഷ്യം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ എല്ലാ നേതാക്കളുമായി നടത്തി ഈ തർക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൂടി പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള അവസാനവട്ട ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ആഴ്ചക്കകത്ത് ഈ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ജാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കണ്ണൂരിൽ MDMAയുമായി CPM ലോക്കൽ കമ്മിറ്റി അംഗം പിടിയിൽ. വളപൊട്ടണം ലോക്കൽ കമ്മിറ്റി അംഗം VK ഷമീറും സുഹൃത്തും പോലീസ് പിടിയിലായത് ഇന്നലെ രാത്രി കൂട്ടുപുഴയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 18 ഗ്രാം MDMAയുമായാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് കാറിൽ കടത്തുകയായിരുന്നു MDMA. സംഭവത്തെ തുടർന്ന് ഷമീറിനെ അന്വേഷണ വിധേയമായി CPM സസ്പെൻഡ് ചെയ്തു. യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണികൾ ഇന്ന് തുടങ്ങും. ബ്രിട്ടനിൽ നിന്നെത്തിയ പ്രത്യേക സംഘം 17-അംഗ സംഘമാണ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ദൗത്യം പരാജയപ്പെട്ടാൽ വിമാനത്തിന്റെ ചിറകുകൾ ഊരിമാറ്റി എയർലിഫ്റ്റ് ചെയ്യാനടക്കം പദ്ധതിയുണ്ട്. കഴിഞ്ഞ ജൂൺ 14-നാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. തുടർന്ന് ഈ വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കുക എളുപ്പമാണോ എന്നതായിരുന്നു സംശയം. ഇതേ തുടർന്നാണ് ഇപ്പോൾ ആവശ്യമെങ്കിൽ ഈ വിമാനത്തെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അടക്കം കഴിയുന്ന തരത്തിലുള്ള അറ്റ്ലസ് വിമാനത്തിൽ ഈ 17-അംഗ സംഘം ഇന്നലെ തിരുവനന്തപുരത്തെത്തിയത്. ഇന്നലെ തന്നെ ഈ സംഘം വിമാനം പരിശോധിച്ചു. ഇന്ന് വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പറത്തി കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ ഒരുപക്ഷെ വിമാനത്തിന്റെ വാൽഭാഗവും ചിറകുകളും ഊരി മാറ്റിയ ശേഷം വിമാനത്തിൽ തന്നെ ഈ യുദ്ധവിമാനത്തെ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കുക. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഇറക്കിയ F-35B. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ ഈ യുദ്ധവിമാനം നിർമ്മിക്കുന്ന കമ്പനിയുടെ വിദഗ്ധരടക്കം ഈ സംഘത്തിലുണ്ട്. അവരെ സംബന്ധിച്ചും ഇത് അഭിമാനകരമായ ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിമാനത്തെ തിരികെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പക്കലെത്തിക്കുക എന്നത് അവർക്കും ഒരു അഭിമാന പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കുന്ന ബ്രിക്സിന്റെ 17-ാം ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ വിഷയം ഉന്നയിച്ചത്. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെയും ബ്രിക്സിൽ വിമർശനമുയർന്നു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിലും ബ്രിക്സ് പോലൊരു വേദിയിൽ ഈ വിഷയം ഉയർത്തുകയും അതിന് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പിന്തുണ തേടുകയും ചെയ്യുന്നത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈ വിഷയം ബ്രിക്സിൽ ചർച്ചയായത്? ശ്രീജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം ബ്രിക്സ് ഉച്ചകോടിയിൽ ഉന്നയിച്ചത്. അതിനുശേഷം എല്ലാ രാജ്യങ്ങൾക്കും, അതായത് ഇന്ത്യക്ക് പിന്തുണ നൽകിയ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. ഒപ്പം തന്നെ ഇത് ഇന്ത്യക്ക് മാത്രം ഏറ്റ ഒരു പ്രഹരമല്ല, അല്ലെങ്കിൽ ഇത് മൊത്തം മനുഷ്യരാശിയെ തന്നെ എല്ലാവർക്കും, എല്ലാ രാജ്യങ്ങൾക്കും മേലുള്ള ഒരു ആക്രമണമായിരുന്നു. അത്തരമൊരു ഭീകരാക്രമണമായാണ് പഹൽഗാം അറ്റാക്കിനെ കാണുന്നത്. ഒപ്പം തന്നെ തങ്ങൾക്കിത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അന്തസ്സിന് ഏറ്റ മുറിവാണ്, അന്തസ്സിന് മേലെയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ കൂടി ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി വിഷയം ഉന്നയിച്ചതോടുകൂടി തന്നെ ഈ ശക്തമായി തന്നെ ഇതിനെ അപലപിക്കുകയുണ്ടായി. അതായത് ഒരു തരത്തിലുള്ള ഭീകരാക്രമണവും അത് ക്ഷമിക്കാൻ കഴിയില്ല, അതിനെ ശക്തമായി തന്നെ അപലപിക്കുന്നു. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്ക് രഹസ്യമായോ
പരസ്യമായോ പിന്തുണ നൽകുന്ന, അത് ധനസഹായം ഉൾപ്പെടെ പിന്തുണ നൽകുന്നതിനെ ഉൾപ്പെടെ ശക്തമായി തന്നെ അപലപിക്കുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഏത് അക്രമമാണെങ്കിലും അതിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള പ്രതിബദ്ധത ബ്രിക്സ് രാജ്യങ്ങൾക്കുണ്ട് എന്ന് കൂടി ലോകരാജ്യങ്ങൾ ഈ വേദിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തെ വെറും ഒരു ഇന്ത്യക്ക് മേലുള്ള ആക്രമണമായിട്ടല്ല കാണുന്നത്, മറിച്ച് അത് മനുഷ്യരാശിക്ക് മേൽ ആകെയുള്ള ഒരു ആക്രമണമായിട്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ഈ അറ്റാക്കിനെ, പഹൽഗാം അറ്റാക്കിനെ കാണുന്നതും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയമായി ഇന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ എത്തിയത് ട്രംപിന്റെ താരിഫ് നയമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ട്രംപിന്റെ താരിഫ് നയവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വലിയ ചർച്ചയാവുകയാണ്. ഒപ്പം തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഈ ട്രംപിന്റെ ഒരു ഏകപക്ഷീയമായ നിലപാട് എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. എല്ലാ രാജ്യങ്ങളും എതിർപ്പ് അറിയിച്ചിട്ട് പോലും ട്രംപ് താരിഫ് നയവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് തികച്ചും ഏകപക്ഷീയമായ ഒരു നിലപാടാണ്. അതിനെ വിമർശിക്കേണ്ടതാണ്, ഒപ്പം തന്നെ ശക്തമായി അതിനെ എതിർക്കപ്പെടുകയും ചെയ്യേണ്ടത് കൂടിയാണ് എന്നുകൂടി ഈ ഉച്ചകോടിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതുവരെ ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും സംസാര വിഷയമായതും. എന്തായാലും പഹൽഗാം അറ്റാക്കിന് അതിനുശേഷമുള്ള അതായത് പാകിസ്ഥാനിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഭീകരാക്രമണത്തിന് ലോകരാജ്യങ്ങൾ ഒന്നാകെ അതിനെ ശക്തമായി അപലപിക്കുന്നു. ഒപ്പം തന്നെ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ അത് ബ്രിക്സ് പോലെയുള്ള ഒരു വേദിയിൽ അത് ചർച്ചയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരതയ്ക്കെതിരെ ഒരു സംയുക്ത പ്രഖ്യാപനമാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ കണ്ടത്. മറ്റൊരു അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത ദലൈലാമയുടെ പിറന്നാളിന് പിന്നാലെയുണ്ടായ പ്രഖ്യാപനമാണ്. തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന ദലൈലാമയുടെ നിർണായക പ്രഖ്യാപനത്തിന് ശക്തമായ മറുപടിയുമായി ചൈന. ദലൈലാമ അവസാനിക്കണമോ തുടരണമോ എന്നത് തീരുമാനിക്കാൻ ചൈനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് ചൈനീസ് അംബാസിഡർ സു ഫെയ്ഹോങ് എക്സിൽ കുറിച്ചത്. ലാമയെ അനുകൂലിച്ച് ഇന്ത്യൻ നിലപാടിനെയും ചൈന എതിർത്തു. ദലൈലാമയെ സഹായിക്കുന്ന ഇന്ത്യൻ നിലപാട് ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിവെക്കും എന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദലൈലാമയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അതിൽ വിശ്വാസികൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ച് ആ പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ചൈനയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന ഒരു നിലപാട് വ്യക്തമാക്കൽ കൂടിയാണ്. എങ്ങനെയാണ് ചൈന പ്രതികരിക്കുന്നത്? ഒപ്പം ഇന്ത്യ ഈ ചൈനയുടെ ഒരു അതൃപ്തിക്ക് ശേഷം നിലപാട് മയപ്പെടുത്തുകയാണ് ഉണ്ടായത്. സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം 90-ാം പിറന്നാൾ ദിവസത്തിൽ ദലൈലാമയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് തനിക്ക് ശേഷം ഒരു പിൻഗാമി ഉണ്ടാവും, താൻ ഇനിയും ഒരു 40 വർഷം കൂടി ജീവനോടെ ഉണ്ടാകും, അതിനുശേഷം തന്റെ മരണത്തിന് ശേഷം ഉറപ്പായും ഒരു പിൻഗാമി ഉണ്ടാവും, ദലൈലാമയ്ക്ക് ഒരു പിൻഗാമി ഉണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി ടിബറ്റൻ ജനത വലിയ സന്തോഷത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ചൈന നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയത്. അതായത് ആര് പിൻഗാമി ആവണം എന്നുള്ള കാര്യത്തിൽ ചൈനയാണ് തീരുമാനമെടുക്കേണ്ടത്. ചൈനയുടെ അംഗീകാരമില്ലാതെ അങ്ങനെ ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ ദലൈലാമയ്ക്ക് അധികാരമില്ല. ആര് എപ്പോൾ പിൻഗാമി ആവണം എന്നത് സംബന്ധിച്ച് ചൈനയാണ് കൃത്യമായി നിലപാടെടുക്കുന്നതും അതിനുള്ള ഏക അവകാശം ചൈനയ്ക്ക് മാത്രമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ദലൈലാമ ചൈന തർക്കം വീണ്ടും രൂക്ഷമാകുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി എടുക്കുന്ന നിലപാട് അതേറെ നിർണായകമാണ്. കാരണം പലപ്പോഴായി ഇന്ത്യ ഇതുവരെ ടിബറ്റൻ ജനതയ്ക്കൊപ്പം സന്യാസി സമൂഹത്തിനൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ചൈനയെ സംബന്ധിച്ച് ഒരു പക്ഷമായി, അതായത് ചൈനയ്ക്ക് അനുകൂലമായി കൂടി തന്നെ ചൈനയെ പിണക്കാത്ത ഒരു നിലപാട് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായത്. ഇനിയും അത് അങ്ങനെ ആവും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ ഉള്ളത്. കാരണം ഈ ടിബറ്റൻ ജനതയ്ക്കൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ചൈനയെ പിണക്കാതെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി ഉള്ള ഒരു വിലയിരുത്തലുണ്ട്. എന്തായാലും ഇന്ത്യയുടെ നിലപാട് ഏറെ നിർണായകമാകും, അക്കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ചൈന അത് ഇനി നിലപാട് കടുപ്പിക്കുമോ? കഴിഞ്ഞ ദിവസം തന്നെ ചൈന പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ പാർട്ടി നിയമനം നടത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ പുതിയ ഒരു ആളെ ചൈനയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കുമോ എന്നൊക്കെ നോക്കി കാണണം. അങ്ങനെയാണെങ്കിൽ ഇനി ദലൈലാമയ്ക്ക് 2 പിൻഗാമികളോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ദലൈലാമ ചൈന തർക്കം വീണ്ടും രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം. ശ്രീജ. ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ അമേരിക്ക പാർട്ടിയെ പരിഹസിച്ചും വിമർശിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ ഒരു 3ാം കക്ഷി
ഉണ്ടാകുന്നത് വിഡ്ഢിത്തമാണെന്നും ഇത്തരം മൂന്നാം പാർട്ടികൾ ഒരിക്കലും വിജയിച്ചിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. ഷംന തന്നെ വിശദാംശങ്ങൾ നൽകും. ഷംന, ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ പരിഹാസം സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അവർ തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെയോ അകൽച്ചയുടെയോ ഒക്കെ ഫലമാണ് ഈ മൂന്നാം പാർട്ടി എന്നിരിക്കെ എന്താണ് ട്രംപ് ഈ വിഷയത്തിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട്? ശ്രീജ, അല്പം മുൻപാണ് ഇപ്പോൾ മസ്കിനെതിരെ കടുത്ത പരിഹാസവും വിമർശനവും ഒക്കെയായി ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് മസ്കിന്റെ ഈ ഒരു നിലപാട് കാണുമ്പോൾ അതീവ ദുഃഖമുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് മസ്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, വളരെ കുഴഞ്ഞു പോയ അവസ്ഥയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇപ്പോൾ ഇതാ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് ഒരു മൂന്നാം കക്ഷി വരുമ്പോൾ, ഒരു മൂന്നാം പാർട്ടി വരുമ്പോൾ അത് വിജയിക്കാൻ സാധ്യതയില്ല. അത്തരം മൂന്നാം പാർട്ടികളൊന്നും അമേരിക്കയിൽ വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന് ജനങ്ങൾക്കിടയിൽ പോലും ഇത്തരം ഒരു മൂന്നാം കക്ഷി വരുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഏറെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും മസ്കിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു കുഴഞ്ഞ നിലപാടുകൾ, അതായത് ഒരു തരത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, ഇത് കാണുമ്പോൾ തനിക്ക് ദുഃഖമുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മസ്ക് ഇത്തരത്തിലുള്ള ഒരു പുതിയ പാർട്ടി എന്ന തീരുമാനവുമായി, അമേരിക്ക പാർട്ടി എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. അതിന് മസ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം, പുതിയ പാർട്ടി വേണമെന്നത് ജനങ്ങളുടെ കൂടി ആവശ്യമായിരുന്നു. തന്റെ ചോദ്യത്തിന് 65% ആളുകളും പുതിയ പാർട്ടി വേണമെന്നാണ് തനിക്ക് മറുപടി നൽകിയത്. അതുകൊണ്ടാണ് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് രണ്ട് പാർട്ടികളും, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾ, ഈ ജനത്തിനെ അഴിമതി കാണിച്ച് ഈ രാജ്യത്തെ മുഴുവൻ മലിനമാക്കി. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയും ഈ അഴിമതിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുമാണ് താൻ ഇത്തരത്തിലുള്ള ഒരു പുതിയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയായിരുന്നു മസ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ പാർട്ടി വരുമ്പോൾ ഉള്ള ഒരു പ്രഖ്യാപനവും. എന്നാൽ ഇതൊക്കെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് മസ്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സെനറ്റിൽ ഉൾപ്പെടെ 3-4 സീറ്റുകളും ഒക്കെയാണ് അടുത്ത ഇലക്ഷനിൽ മസ്ക് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ച് മൂന്നാം പാർട്ടി അത്തരത്തിലുള്ള സീറ്റ് കയ്യേറിയ വിജയിച്ച ഒരു ചരിത്രവും ഉണ്ടായിട്ടില്ല എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജ. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ഇന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ധൻകറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കനത്ത മഴ മൂലം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഉപരാഷ്ട്രപതിക്ക് ഇറങ്ങാനായില്ല. ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് തന്നെ മടങ്ങി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് ഗുരുവായൂർ സന്ദർശനത്തിന് പദ്ധതി ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഇവിടുന്ന് ഹെലികോപ്റ്ററിലേക്ക് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്റർ ഇറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള മഴ പെയ്യുകയായിരുന്നു. അങ്ങനെ ഈ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉടലെടുത്തതിനെ തുടർന്നാണ് തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ മടങ്ങാനായിട്ട് തീരുമാനിച്ചത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് എത്തും. ഇതിനുശേഷം ഇദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിക്ക് ഇവിടെയും പരിപാടികളുണ്ട്. നേരത്തെയുള്ള നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടികളുണ്ട്. കളമശ്ശേരിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഇവിടെ 11 മണിക്ക് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സംവാദം അദ്ദേഹത്തിന് ഉണ്ട്. മറ്റ് പരിപാടികൾ ഒന്നും തന്നെ ഇല്ല. ഉച്ചയ്ക്ക് ശേഷം 12:35 കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിൽ അദ്ദേഹം മടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കൊച്ചിയിലെത്തിയത്. ഇന്നലെയാണ് കൊച്ചിയിൽ എത്തിയത്. ഇന്നലെ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണങ്ങളെല്ലാം തന്നെ നൽകി. പക്ഷെ ഇന്ന് രാവിലെ തന്നെയാണ് അദ്ദേഹം ഗുരുവായൂർ യാത്രയും ക്ഷേത്ര ദർശനവും എല്ലാം തന്നെ അതിനുവേണ്ടി തയ്യാറാക്കിയിരുന്നത്. പക്ഷേ കനത്ത മഴ മൂലം ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടുവെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തിരികെ കൊച്ചിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണ്? കൊച്ചിയിലുള്ളത് തിരിച്ച് ഇവിടേക്ക് വന്നതിന് ശേഷം കൊച്ചിയിലുള്ള ഏക ഒരു പരിപാടി എന്ന് പറയുന്നത് 11 മണിക്ക് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന നുവാൽസിൽ അദ്ദേഹം വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തും. അങ്ങനെ ഒരു പരിപാടിയാണ് അദ്ദേഹത്തിന് ഉള്ളത്. കാരണം നേരത്തെ ഈ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ സമയം ചെലവഴിച്ചതിന് ശേഷം നേരെ കൊച്ചിയിലേക്ക് എത്തുക,
കൊച്ചിയിൽ ഇവിടെ വന്നതിന് ശേഷം കളമശ്ശേരിയിൽ ആണ് നിവാൽസ് ഉള്ളത്. അവിടെ എത്തി ഈ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഇന്ന് 12 മണിക്ക് ഉച്ചയ്ക്ക് 12:35 അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് മടങ്ങാനായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ വളരെ ഹ്രസ്വമായ സന്ദർശനമാണ്. കുറച്ച് പരിപാടികൾ മാത്രമാണ്, ഒരു പരിപാടി മാത്രമാണ് നിവാൽസിൽ ഉള്ളത്. അത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി മാത്രമായി പ്രവേശനം നിജപ്പെടുത്തിയ ഒരു സ്വകാര്യ പരിപാടിയും കൂടിയാണ്. അതിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നത്. ശരി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഗുരുവായൂർ ദർശനത്തിന് നിശ്ചയിച്ചിരുന്നതാണ്. അവിടെ ക്ഷേത്രത്തിലും 2 മണിക്കൂർ നേരത്തേക്ക് എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. വിവാഹത്തിനും ചോറൂണിനും അടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഇപ്പോൾ തിരികെ കൊച്ചിയിലേക്ക് മടങ്ങിയത്. പാലക്കാട് പാലക്കയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. പുലർച്ചെ 6 മണിയോടെയാണ് കാട്ടാനകൾ എത്തിയത്. വീടുകളുടെ മുറ്റം വരെ എത്തിയ കാട്ടാനക്കൂട്ടത്തെ RRT സംഘം പടക്കം പൊട്ടിച്ച് തിരികെ കാട്ടിലേക്ക് കയറ്റി. പാലക്കാട് മലമ്പുഴയിൽ പുലി പശുക്കിടാവിനെ ആക്രമിച്ചു. പശുക്കിടാവിന്റെ കഴുത്തിൽ മുറിവേറ്റു. കൊല്ലംകുന്ന് സ്വദേശി മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു. നാടെങ്ങും ഇങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം പെരുകുമ്പോൾ ഈ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണാൻ മൂന്നാറിൽ ഒരു സെമിനാർ തന്നെ സംഘടിപ്പിച്ചു CPI. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം സാധ്യമോ എന്ന ചോദ്യം ഉന്നയിച്ചായിരുന്നു സെമിനാർ. ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന സെമിനാറിൽ പാർട്ടി നേതാക്കളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു. ഇടുക്കിയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം സാധ്യമോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഓരോ വനത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളുടെ എണ്ണം കണ്ടെത്തുക, വാഹകശേഷിക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമീകരിക്കുക, നിയമം പരിഷ്കരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ സെമിനാറിൽ ഉയർന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ചില സംഘടനകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ആരോപിച്ചു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ചില ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിശേഷിച്ച് നമ്മൾ ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. അത്തരം ആളുകൾ ഇത്തരം സംഭവങ്ങളെല്ലാം പെരുപ്പിക്കുവാനും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ഇടയാകുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. റിട്ടയർ ചെയ്ത ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള IFSകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ശാശ്വത പരിഹാരമായി വനത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും ഉറപ്പാക്കുകയും ചെയ്ത് വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്തുക എന്നതാണ് ഉചിതമെന്ന് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. CPI സംസ്ഥാന കൌൺസിൽ അംഗം MY ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ മുൻ ഇടുക്കി MP ജോയ്സ് ജോർജ്, തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ SV വിനോദ്, DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ജനവാസ കേന്ദ്രത്തിലെ തോട്ടിൽ കണ്ട ഒരു രാജവെമ്പാലയെ പിടികൂടുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ ദൃശ്യങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരുന്നു. മുൻപും നമ്മൾ ആ ഉദ്യോഗസ്ഥയെ കണ്ടിട്ടുണ്ട്. വളരെ പരിശീലനം കിട്ടിയ മികച്ച പാമ്പ് പിടുത്തക്കാരി കൂടിയായ റോഷ്നിയായിരുന്നു ആ ഉദ്യോഗസ്ഥ. തിരുവനന്തപുരം ആര്യനാട് പേപ്പാറ മരുതൻമൂട്ടിൽ നിന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയെ റോഷ്നി പിടികൂടിയത്. പരുത്തിപ്പള്ളി റേഞ്ച് പരിധിയിൽ വരുന്ന ആര്യനാട് പാലോട് സെക്ഷനിലെ പേപ്പാറ റോഡിൽ മരുതൻമൂട്ടിലാണ് പാമ്പിനെ കണ്ടത്. കുളിക്കാനിറങ്ങിയ ആളുകൾ തോട്ടിന് സമീപത്തെ പാറക്കെട്ടിന് സമീപം രാജവെമ്പാലയെ കാണുകയായിരുന്നു. തുടർന്ന് RRT ടീമിനെ വിവരമറിയിച്ചു. ഇതിനകം നിരവധി പാമ്പുകളെ പിടികൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥ റോഷ്നിയുടെ നേതൃത്വത്തിൽ RRT സംഘം പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഏകദേശം 20 കിലോയോളം ഭാരവും 18 അടി നീളവുമുള്ള പാമ്പ് പൂർണ്ണ വളർച്ചയെത്തിയതാണ്.
മൂർഖൻ, അണലി തുടങ്ങി വിഷമുള്ളതും ഇല്ലാത്തതുമായ 1000-ലധികം പാമ്പുകളെ പിടികൂടിയിട്ടുള്ള റോഷ്നി ആദ്യമായിട്ടാണ് രാജവെമ്പാലയെ പിടികൂടുന്നത്. പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിരോധനം. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഓഫ് റോഡ് സഫാരി ഉൾപ്പെടെ എല്ലാം നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഇടുക്കിയുടെ പല മേഖലകളിലേക്കും ജീപ്പ് മാത്രമാണ് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുക. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അപകടങ്ങൾ പെരുകുന്നു എന്ന് കാണിച്ച് ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ജില്ലാ കളക്ടർ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ മുഴുവൻ ജീപ്പ് സഫാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പകർപ്പ് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പോലീസിനും വനംവകുപ്പിനും അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം വിനോദസഞ്ചാര മേഖലയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ട്രക്കിങ്ങിനും ജീപ്പ് സഫാരിക്കുമൊക്കെ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു മരണം സംഭവിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ദുർഘടമായ പാതയിലൂടെയൊക്കെ വാഹനം ഓടിക്കുന്നതിന് പരിശീലനം ലഭിക്കാത്തവർ, അതോടൊപ്പം കൃത്യമായ വാഹനത്തിനും ഫിറ്റ്നസ് അടക്കമുള്ള നടപടി പരിശോധിക്കാത്തത്, അപ്പം ഇൻഷുറൻസ് പോലുള്ളത് ഇല്ലാത്തത്, അപ്പം ഈ ഓഫ് റോഡ് ട്രാഫിക്കിന് എത്തുന്നവർക്ക് ആളുകൾക്കുള്ള ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളുണ്ട്. അത് ഒരു കാരണത്തിലാണ് ഇപ്പോൾ ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലയിലെ മുഴുവൻ മേഖലകളിലും. അതായത് കുളുക്കമല മേഖലയിൽ മാത്രം ഏകദേശം 238ഓളം വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും സൂര്യനെല്ലിയിൽ നിന്നും കുളുക്കമലയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ വാഹനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസവും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾക്കൊക്കെ വിധേയമായത്. ഈ മേഖലയിൽ 3 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നുണ്ട്, സ്റ്റിക്കർ പതിക്കുന്നുണ്ട്, ഇവരുടെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ കുളുക്കമല ഒഴികെയുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളിലായിരിക്കണം നിരോധനം ഭാഗമാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജീപ്പ് സഫാരി ജില്ലയിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ മൂന്നാറിൽ തന്നെ കുളുക്കമല കൂടാതെ മൂന്നാർ ടൗണിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ മേഖലയിലേക്കുണ്ട്, രാമക്കൽമേലിലെ ആമപ്പാറയിലേക്കുണ്ട്, ചതുരംഗപ്പാറയിലുണ്ട്, ഒപ്പം കുമ്പളയിലെ സത്ര മേഖലയുണ്ട്, വാഗമണിലുണ്ട്, മറയൂരിലുണ്ട്. അങ്ങനെ ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലകളെല്ലാം ഓഫ് റോഡ് സഫാരികളുണ്ട്. അതുകൂടാതെ തന്നെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഓഫ് റോഡ് യാത്രകളും അല്ലെങ്കിൽ സമാനമായ യാത്രകളും ഒക്കെ നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവയെല്ലാം കൃത്യമായ പരിശോധനകൾക്കൊന്നും വിധേയമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നും പരിശോധനകൾ വിധേയമാക്കണമെന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അതിനുശേഷമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതേണ്ടത്. എന്തായാലും വരും ദിവസങ്ങൾക്ക് ഇതിനുള്ള ചർച്ചകൾ ഉണ്ടായി പരിശോധനകൾ കർശനമാക്കി നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് കുളുക്കമല മേഖലയിൽ സ്വീകരിക്കുന്ന ഒരു നടപടിക്ക് 3 മാസം കൂടുമ്പോൾ കൃത്യമായി ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. അവരുടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നുണ്ട്, ലൈസൻസ് അല്ലെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവർമാരുടെ ക്വാളിറ്റി, ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും വീണ്ടും അനുമതി നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു നിരോധനം ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയും ദൈനംദിന പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കും. കാരണം ടൂറിസം മേഖലയെ മാത്രമല്ല സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തെ പോലും ഇടുക്കിയിൽ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ്. പല മേഖലകളിലേക്കും യാത്ര സൗകര്യമാകെയുള്ളത് ഈ ജീപ്പുകൾ ഉപയോഗിച്ച് മാത്രമാണ് എത്തിച്ചേരാൻ കഴിയുക എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും അപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ ഒരു പൂർണ്ണ നിരോധനം എന്നതാണ് പ്രതിവിധി എന്നതാണ് ജില്ലാ ഭരണകൂടം കരുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജീപ്പ് സഫാരിക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. സഞ്ചരിക്കാൻ ഒരു റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാതെ കുഴപ്പത്തിലാകും പാലക്കാട് പട്ടാമ്പി നമ്പ്രം നിവാസികൾ. വർഷങ്ങളായി മൺപാതയിലൂടെയാണ് ഇവിടുത്തുകാരുടെ സഞ്ചാരം. ഒരു മഴ കൂടി പെയ്തതോടെ ചളിക്കെട്ട് താണ്ടി വേണം പ്രധാന പാതയിലെത്താൻ. പ്രദേശത്തെ അറവുശാലയുടെ പ്രവർത്തനവും നാട്ടുകാരെ വലിയ രീതിയിൽ ദുരിതത്തിലാക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി റോഡുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് പാലക്കാട് പട്ടാമ്പി നമ്പ്രം ഭാഗത്തുള്ളവരുടെ മറുപടി. റോഡ് എന്ന പേരിൽ പാടത്തിന് നടുവിലൂടെ കെട്ടിപ്പൊക്കിയ 14 അടി വീതിയുള്ള ഒരു മൺപാതയാണ് പട്ടാമ്പി നഗരസഭയിൽ 19 ഡിവിഷനിലെ വെള്ളാംകുളങ്ങര പ്രദേശത്തെ 15 കുടുംബാംഗങ്ങളുടെ ഏക ആശ്രയം. ഒരു മഴ പെയ്താൽ ഇവിടെ രൂപം കൊള്ളുന്ന ചളിക്കെട്ട് താണ്ടി വേണം ജനങ്ങൾക്ക് വീടുകളിലെത്താൻ.
കനത്ത മഴ പെയ്താൽ കാൽനടയാത്ര ഏറെ ദുഷ്കരവുമാണ്. ഒരു 10-60-100 മീറ്ററോ 90 മീറ്റർ അതിലധികമില്ല, 90 മീറ്റർ. അത് ശരിക്കും മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കെട്ടി. 90 മീറ്റർ ഇതിൽ കെട്ടിയിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ചളിയും മണ്ണും കുറച്ചിങ്ങനെ കിടങ്ങാന്നല്ലാതെ ഇപ്പോൾ ഇത് കൂടുതൽ യാത്രാ സൗകര്യം ഇല്ലാതായി കിടക്കുക. പരാതിയൊക്കെ ഒരുപാട് പ്രാവശ്യമായി MLA പോയി കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രി വന്നേക്ക് അവിടെ ചെന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിൽ ഒന്നും തെളിവ് പറ്റിയില്ല. അവർ വന്ന് നോക്കിയിട്ട് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ്. ഇവിടുന്ന് അവിടെ വെച്ച് ഇറക്കി തരിക ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് ചളിയുള്ളതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് അന്ന് ഇറക്കിയിട്ട് ഉമ്മാക്ക് ഇങ്ങോട്ട് പനിയും വിറയലും കൊണ്ട് പിടിച്ച് ഇങ്ങോട്ട് പിറ്റേ ദിവസം പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റിട്ട് ശരിയായത്. മൺപാതയൊന്ന് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തരാൻ പ്രദേശവാസികൾ മുട്ടാത്ത വാതിലുകളില്ല. പാടമായതുകൊണ്ട് രാത്രിയായാൽ ഇഴജന്തുക്കളുടെ ശല്യമുള്ളതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ്. ചളിക്കെട്ടിൽ വാഹനങ്ങൾ താഴുകയും ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും വിളിച്ചാൽ വരാൻ മടിക്കുകയുമാണ്. മഴക്കാലത്ത് ഇരുചക്രവാഹനം റോഡിൽ നിർത്തി നടന്നാണ് പലരും വീടുകളിൽ പോകുന്നത്. രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ഏറെ പ്രയാസം. പരാതിയൊക്കെ ഒരുപാട് പ്രാവശ്യമായി MLA പോയി കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രി വന്നേക്ക് അവിടെ ചെന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിൽ ഒന്നും തെളിവ് പറ്റിയില്ല. അവർ വന്ന് നോക്കിയിട്ട് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ്. ഇവിടുന്ന് അവിടെ വെച്ച് ഇറക്കി തരിക ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് ചളിയുള്ളതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് അന്ന് ഇറക്കിയിട്ട് ഉമ്മാക്ക് ഇങ്ങോട്ട് പനിയും വിറയലും കൊണ്ട് പിടിച്ച് ഇങ്ങോട്ട് പിറ്റേ ദിവസം പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റിട്ട് ശരിയായത്. ഇതോടൊപ്പം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന 2 അറവശാലകളിൽ നിന്നുള്ള ദുർഗന്ധം നാട്ടുകാർക്ക് തലവേദനയാകുന്നതായും പരാതി ഉയർന്നു. മാംസാവശിഷ്ടങ്ങൾ കഴിക്കാനെത്തുന്ന തെരുവ് നായകളുടെ ശല്യം കാരണം റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ബോർഡിൽ പലതവണ ഫണ്ട് വെച്ചിട്ടാണ് ഈ റോഡ് 2 സൈഡും കരികല്ല് കെട്ടി ആ റോഡ് അങ്ങോട്ട് പകുതിയോളം എത്തിച്ചു. ഞാൻ മെമ്പറായിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ആ റോഡ് ഉണ്ടാക്കിയത്. അന്ന് മണ്ണ് ഫില്ല് റോഡ് ഉണ്ടാക്കി. അതിനുശേഷം 2 സൈഡും കെട്ടിയിട്ട് കരിങ്കല്ല് പൊടി വിരിച്ച് റോഡ് വൃത്തിയാക്കി എടുക്കുകയായിരുന്നു. മഴക്കാലത്ത് ചളിക്കെട്ടിലൂടെയുള്ള ജനങ്ങളുടെ സഞ്ചാരത്തിന് താൽക്കാലിക പരിഹാരം കാണുകയും അടുത്ത കാലവർഷത്തിന് മുൻപ് നടപടി കണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. അതേസമയം സംരക്ഷണ ഭിത്തിയോട് കൂടിയുള്ള റോഡ് നിർമ്മാണത്തിന് പദ്ധതി വെച്ചതായും 6 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതായും നഗരസഭ അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കൊച്ചി മരടിൽ നഗര റോഡ് നിർമ്മാണം സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം. തകർന്ന കുണ്ടന്നൂർ ബണ്ട് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് കാണിച്ചൊരു സ്വകാര്യ കമ്പനി നഗരസഭയ്ക്ക് നൽകിയ അപേക്ഷ അതേപടി അംഗീകരിച്ച നടപടിയാണ് ഇപ്പോൾ വകുപ്പ് ചോദ്യം ചെയ്തിരിക്കുന്നത്. സമരമാർഗങ്ങൾ അവലംബിച്ചെങ്കിലും ഫലമില്ലാതെ വന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. മരട് നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും ഉണ്ടായിട്ടും അപേക്ഷ നൽകിയുടൻ സ്വകാര്യ കമ്പനിക്ക് നിർമ്മാണം കൈമാറിയത് എന്തിനാണെന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ ചോദ്യം. തുടർന്ന് നഗരസഭയും ജലസേചന വിഭാഗവും നിർമ്മാണത്തിൽ നിന്നും പിന്മാറി. ആരാണ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന വിവരാവകാശ ചോദ്യത്തിന് ഉത്തരവാദിത്തമില്ലെന്ന മറുപടിയാണ് നഗരസഭ നൽകിയത്. ഈ ബണ്ടിലൂടെയാണ് നമ്മുടെ മരട് പ്രദേശത്തെ ഈ നീരൊഴുക്ക്, അതായത് വെള്ളക്കെട്ട് എല്ലാം ഒഴിവാകുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട ബണ്ടാണിത്. അത് പുനർനിർമ്മിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ആ അവസരത്തിലാണ് ജനകീയ സമിതി ഞങ്ങൾ സമരമായി രംഗത്തിറങ്ങുന്നതും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യില്ലെന്ന് അവരും പറയുന്നു, നഗരസഭ ചെയ്യില്ലെന്ന് അവരും വിവരാവകാശം കൊടുത്തപ്പോൾ അവരും ഞങ്ങൾക്ക് മറുപടി തന്നു. പിന്നെ സ്വകാര്യ കമ്പനികളെ കൊണ്ട് പണിയിപ്പിക്കില്ലെന്നും പറയുന്നു. പിന്നെ ഇത് ആര് പണിയും എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ ഈ ജനകീയ സമിതി സമരത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ജലസേചന വകുപ്പാണ് ബണ്ട് റോഡ് പരിപാലിച്ചിരുന്നത്. ഫണ്ടിന്റെ അഭാവത്താൽ പരിപാലനം തീരെ ഇല്ലാതായതോടെ റോഡ് തകർന്നു. ബണ്ടിന് തൊട്ടടുത്തുള്ള സ്വകാര്യ മാൾ മരട് നഗരസഭയുമായി ഉണ്ടാക്കിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ റോഡ് നവീകരണം തുടങ്ങിവെച്ചെങ്കിലും തടസ്സവാദങ്ങൾ ഉയർന്നതോടെ പാതി വഴിയിൽ മുടങ്ങി. മാളിന് സമീപം സ്വകാര്യ കമ്പനി ബഹുനില കെട്ടിടം പണിയുന്നതിന് പിന്നിലുള്ള വീട്ടുകാർ മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലുമാണ്. പേട്ട ജംഗ്ഷൻ മുതൽ ഉള്ള മഴവെള്ളവും അതുപോലെയുള്ള മലിനജലവും ഒഴുകി വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ബണ്ട്. ഈ ബണ്ട് പൊളിച്ച് വീതി കൂട്ടി അതിന് ഷട്ടർ സിസ്റ്റം വെച്ചിട്ട് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കം, സ്കൂളിനടുത്തുള്ള വെള്ളപ്പൊക്കവും ഈ ബണ്ടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അതിനും ഒരു പരിഹാരം കാണണം. അതുപോലെ ഈ റോഡും അടിയന്തരമായിട്ട് നല്ല രീതിയിൽ പണിത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് കുണ്ടന്നൂർ പൗരസമിതിയുടെ ആവശ്യം. മാളിന് വേണ്ടിയാണ് നഗരസഭ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ
അനധികൃതമായി ചെയ്തിരിക്കുന്ന പാർക്കിങ് അത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ നടക്കാൻ കൂടി സ്ഥലമില്ലാതെ 2 വശങ്ങളിലായിട്ടായിരിക്കും വണ്ടികൾ പാർക്ക് ചെയ്യണത്. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ കംപ്ലൈൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ വന്ന് മാറ്റുക എന്നല്ലാതെ വേറെ ഇതിൻ്റെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പാർക്കിംഗ് ബോർഡ് വെക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം മാള് പോലെയുള്ള വലിയ സംരംഭങ്ങളും സ്ഥാപനങ്ങളും ഓരോ പ്രദേശത്ത് വരുമ്പോൾ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് CSR ഫണ്ട് ഉള്ളതാണ്. അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരേണ്ട കാര്യമില്ലെന്നാണ് വാർഡ് കൗൺസിലർ ശോഭാചന്ദ്രൻ വ്യക്തമാക്കുന്നത്. പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സമരസമിതി. ന്യൂസ് 18 കൊച്ചി. ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഷൻ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പിൻവലിക്കും. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യത്തിലാണ് നീക്കം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും താൽക്കാലിക VC ഡോക്ടർ സിസ തോമസും തമ്മിലുള്ള പോരും ഇതിനിടെ മുറുകുകയാണ്. സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ രജിസ്ട്രാർ ചുമതലയേറ്റതിൽ സിസി തോമസിന് അതൃപ്തിയുമുണ്ട്. ഇതിനിടെ ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പോകാൻ ആലോചിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. VV അരുണും ഡാനി പോളും ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ ജോയിന്റ് രജിസ്ട്രാർ ആ യോഗത്തിൽ തുടർന്നതിൽ താൽക്കാലിക VCക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. രജിസ്ട്രാറുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ രജിസ്ട്രാർ ചുമതലയേറ്റതിൽ അതൃപ്തിയുണ്ട്. ഇതിനൊന്നും കാരണം കാണിക്കാതെ അവധിയിൽ പോകാനാണോ സാധ്യത? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ മറുപടി നൽകുന്നതിൽ രജിസ്ട്രാറുടെ ചുമതലയുള്ള ജോയിന്റ് രജിസ്ട്രാർ മറുപടി നൽകുന്നതിൽ സാവകാശം തേടിയാണ് ഒരു കത്ത് നൽകാൻ ആലോചിക്കുന്നത്. കാരണം ഉടൻ മറുപടി നൽകില്ല. അതൊരു കേരള സിൻഡിക്കേറ്റിന്റെ കൂടി ഒരു നിർദ്ദേശപ്രകാരമെന്നാണ് സൂചന. സിൻഡിക്കേറ്റിന്റെ ഇടതാംഗങ്ങളുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് സൂചന. ഉടൻ മറുപടി നൽകേണ്ടതില്ല. ഇന്ന് 9 മണിക്ക് മുമ്പ് വിശദാംശങ്ങൾ നൽകണമെന്നായിരുന്നു സിസ തോമസ് ഈ താൽക്കാലിക രജിസ്ട്രാറോട് ജോയിന്റ് രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഉടൻ മറുപടി നൽകേണ്ടതില്ല എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് നിർദ്ദേശപ്രകാരം അവർ സ്വീകരിക്കുന്നതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അവർ അവധി അപേക്ഷ നൽകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ മറുപടി നൽകുന്നതിന് സാവകാശം വേണം. കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകുന്നതിന് സാവകാശം വേണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കും. ഒരു കാരണവശാലും ഈ ഒരു തീരുമാനത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ പിന്നോട്ട് പോകാൻ ഇടതാംഗങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ കോടതിയിൽ നിന്ന് ആ കേസ് പോലും പിൻവലിക്കാൻ രജിസ്ട്രാറോട് നിർദ്ദേശിക്കുന്നത്. കേസ് പിൻവലിച്ച് രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്തു എന്ന നിലപാടിലേക്ക് എത്തുകയാണ് സിൻഡിക്കേറ്റ് ഇടത് അംഗങ്ങൾ. അതിന്റെ ഭാഗമായാണ് ഈ നിലവിലെ VCയുടെ ചുമതലയുള്ള സിസ തോമസിന്റെ വിശദീകരണ കത്തിന്റെ മറുപടിയും രജിസ്ട്രാറുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വൈകിപ്പിക്കുന്നത്. ശരി, നേരത്തെ ഞാൻ സിസ തോമസിന് പകരം സിസി എന്നാണ് പറഞ്ഞത്, അതും തിരുത്തുണ്ട്. ഡാനി പോൾ കൂടി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇന്ന് കോടതിയിൽ ഈ കേസ് വരാനിരിക്കെ, അല്ലെങ്കിൽ കോടതി ഒരു തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കെ ഇന്നലെ നാടകീയമായി ഈ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന പ്രഖ്യാപനം, അത് കഴിഞ്ഞ് ഈ ഹർജി പിൻവലിക്കുന്നു എന്ന കോടതിയെ അറിയിക്കാൻ രജിസ്ട്രാർ ഒരുങ്ങുന്നു. ഇതിനൊക്കെ നിയമപരമായി എത്രത്തോളം സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കോടതി മുൻപ് നടത്തിയ പരാമർശങ്ങൾ കൂടി പശ്ചാത്തലത്തിലുള്ളപ്പോൾ? കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് ഹർജി വരുമ്പോൾ തന്നെ ഹർജി പരിഗണനയിലേക്ക് വരുമ്പോൾ ഇന്നത്തേക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് തന്നെ ഈ കേസിനെ ബാധിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഭാരതാംബ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പരാമർശം രജിസ്ട്രാറുടെ ഭാഗത്ത് തന്നെ വിശേഷിപ്പിച്ച നടപടി അത്ര ഉചിതമായില്ല എന്ന രജിസ്ട്രാർ ആ വിശേഷം അത്ര ഉചിതമായില്ല എന്ന രീതിയിൽ ആണ് കോടതി അതിനെ കണ്ടത്. ഒപ്പം തന്നെയും ഗവർണറെ പോലുള്ള ഒരാളുടെ പരിപാടി നടത്തുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോളും മറ്റു മാനദണ്ഡങ്ങളും എല്ലാം ഉണ്ട്. ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. ഇങ്ങനെയല്ല ഒരു ഗവർണറുടെ പരിപാടി ഇങ്ങനെയല്ല നടത്തേണ്ടതെന്ന വാക്കാലുള്ള 2 പരാമർശങ്ങളടക്കം നടത്തി. തുടർന്നാണ് കേസ് ഇന്ന് പരിഗണിക്കാനായിട്ട് മാറ്റിവെക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇത്തരം നടപടികൾ അറിയിക്കുമ്പോൾ, അതായത് ഇന്ന് പോലീസിനോട് എന്താണ് അവിടെ സംഭവിച്ചത്, സുരക്ഷാ വീഴ്ചയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ അറിയിക്കാൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒപ്പം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും എല്ലാം ചെയ്യുകയും ഒപ്പം തന്നെ തന്റെ നടപടികൾ ശരിയായിരുന്നുവെന്നും താൻ കൃത്യമായ രീതിയിലാണ് നടപടിയെടുത്തതെന്നും, കാരണം VC എടുത്ത സസ്പെൻഷൻ നടപടി അടക്കമുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി അവർ ആ കോടതിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ എളുപ്പത്തിൽ ഈ ഹർജി പിൻവലിച്ചുകൊണ്ട്
ഇത് ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കോടതിക്ക് മുന്നിലേക്ക് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ കോടതി അത് തീർച്ചയായും തന്നെ പരിഗണിക്കും. അതുകൊണ്ട് തന്നെയും അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്വാഭാവികമായും സാധ്യത. നിലവിൽ ഇപ്പോൾ രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് VCക്ക് ഇത് നടപടിയെടുക്കാൻ കഴിയില്ല. അത് എടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് ഈ ഉത്തരവ് പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൻ തിരികെ പ്രവേശിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ VC അത്തരം ശ്രമങ്ങളെ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഏറ്റുമുട്ടൽ തന്നെ തുടരുക എന്ന് തന്നെയായിരിക്കും. അത് ഒരു നിയമ വേദിയിലേക്ക് കൂടി അത് മാറുന്നു. അതിൻ്റെ ഒരു തുടക്കം തന്നെയായിരിക്കും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തെല്ലാം വരുന്നു എന്നതും കാണേണ്ടതാണ്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം VV അരുണും. എന്തായാലും ഇന്ന് നിർണായകമാണ്. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് അല്പസമയത്തിനകം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം സർവകലാശാലയിലും നാടകീയമായ സംഭവങ്ങൾ തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്ക് തുടർ ചികിത്സ ആരംഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് തുടർ ചികിത്സയ്ക്കായി നവമിയെ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാവും ചികിത്സ. കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലെത്തിയ സർക്കാർ പ്രതിനിധികൾ, മന്ത്രി ഉൾപ്പെടെയുള്ളവർ നവമിയുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് അറിയിച്ചിരുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നവമിയുടെ ചികിത്സയായിരുന്നു. ഈ ഘട്ടത്തിൽ എപ്പോഴാണ് ആശുപത്രിയിലെത്തിയത്? എങ്ങനെയൊക്കെയായിരിക്കും ചികിത്സ? ശ്രീജ, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് നവമി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവമിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ബിന്ദു ഈ ഒരു നവമിയുടെ ന്യൂറോ സർജറിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ഇതിനിടെയാണ് ആ ദുരന്തം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. കുറച്ചു ദിവസം താമസിച്ച് പലതരത്തിലുള്ള ചികിത്സകൾ നടത്തിയ ശേഷമാണ് ഈ സർജറിയിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് അവർ സർജറിക്ക് മുൻപ് തന്നെ അത്രയും ദിവസം അവിടെ കഴിഞ്ഞത്. അതിനിടെയാണ് ഈ ദുരന്തം ഉണ്ടായതോടെ ഈ സർജറി ഫലത്തിൽ മാറ്റിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയായിരുന്നു. ഇതോടെയാണ് അവിടെ എത്തിയ മന്ത്രിമാരടക്കം പരിപൂർണമായും ഇതിന്റെ പൂർണ്ണമായ ചികിത്സ സർക്കാർ ഇനി വഹിക്കും എന്നറിയിച്ചത്. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ ചെലവരുന്ന ശസ്ത്രക്രിയയാണ് ഇക്കാര്യത്തിലുള്ളത്. അത് പൂർണ്ണമായി ഇനി മെഡിക്കൽ കോളേജ് വഹിക്കുമെന്നാണ് VN വാസവൻ ഉൾപ്പെടെ അന്ന് വീട്ടിലെത്തിയപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ ചികിത്സയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് വീട്ടിൽ നിന്നും അവർ നവമി ഇവിടേക്ക് എത്തുകയും ഇവിടെ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. സർജറി എപ്പോ എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഡോക്ടർമാർ കൂടുതൽ പരിശോധനകളൊക്കെ നടത്തിയ ശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാകുക. പക്ഷെ പരിപൂർണമായും ഇനി സൗജന്യമായ നിലയിലുള്ള ഒരു ശസ്ത്രക്രിയയായിരിക്കും. പ്രതിഷേധക്കാരുടെ അടക്കം ആവശ്യം ഈ കുടുംബത്തിന്റെ ചികിത്സ, ഈ നവമിയുടെ ചികിത്സ അത് സൗജന്യമായി നൽകണം എന്നുള്ളതായിരുന്നു. ഇതുകൂടിയാണ് സർക്കാർ ഫലത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്. രാവിലെയുടെ സമയം ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ തർക്കം, അത് കോടതിയിലെത്തുന്ന ദിവസമാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ, തീരുമാനങ്ങൾ എന്നതനുസരിച്ചിരിക്കും ഇത്രയും നാളായി തുടർന്നു വരുന്ന ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു പരിസമാപ്തി. വളരെ വിശദമായി ന്യൂസ് 10 ഈ വിഷയങ്ങൾ അടക്കം പരിശോധിക്കും. മഞ്ജുഷ് ഗോപാൽ ചേരും. രാവിലെയിൽ വീണ്ടും നാളെ കാണാം.